നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 ഏപ്രിൽ മാസം 10-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, വ്യാജ ആപ്പുകൾക്കെതിരെ മുന്നറിയിപ്പ്. വ്യാജ ആപ്പുകൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഒറ്റയടിക്ക് ചോർത്തിയെടുക്കാൻ സാധിക്കുന്ന നിരവധി വിവിധ തരത്തിലുള്ള വ്യാജ ആപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട്. വാട്സപ്പ് ഉൾപ്പെടെയുള്ള വിവിധ ആപ്ലിക്കേഷനുകളിൽ നിന്ന് വിവരം ചോർത്തുന്ന വ്യാജ ആപ്പിനെതിരെയാണ് മുന്നറിയിപ്പ്. സേഫ് ചാറ്റ് എന്ന ആപ്പാണ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചോർത്തിയെടുക്കുന്നത്. വാട്സപ്പ് മുഖേന തന്നെയാണ് സേഫ് ചാറ്റ് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്കുകളും പ്രചരിക്കുന്നത്. സേഫ് ചാറ്റിന് ടെലഗ്രാം, സിഗ്നൽ, ഫേസ്ബുക്ക്, മെസഞ്ചർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലെ വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. കൂടുതൽ സുരക്ഷിതമായ മെസ്സേജിംഗ് സംവിധാനം എന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് ഈ ഒരു സേഫ് ചാറ്റ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ഒരു സാധാരണ ചാറ്റിംഗ് ആപ്ലിക്കേഷനെ പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വ്യാജ ആപ്പാണെന്ന സംശയം ഉപഭോക്താക്കൾക്ക് ഉണ്ടാവില്ല. ആപ്ലിക്കേഷൻ ഉപയോഗിക്കുവാനുള്ള അനുമതികൾ നൽകുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം ഹാക്കർമാരുടെ കൈകളിലെത്തും. അതുകൊണ്ട് തന്നെ സേഫ് ചാറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം അവ അൺഇൻസ്റ്റാൾ ചെയ്യുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി, വീടുകളിൽ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകമായി തന്നെ ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. മൊബൈൽ ഫോൺ ചാർജറിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത ശേഷം സ്വിച്ച് ഓഫ് ചെയ്യാതെ കിടന്നതാണ് അപകടം ക്ഷണിച്ചു വരുത്തിയത്. അതായത് ഈ ഒരു കുഞ്ഞ് ചാർജർ വായിലിട്ടതോടെയാണ് ഷോക്കേറ്റതെന്നാണ് വീട്ടുകാർ പറയുന്നത്. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രക്ഷിതാക്കൾ ഇക്കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി, സംസ്ഥാനത്തെ റേഷൻ കാർഡുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ, അതായത് നാളെ മുതൽ സംസ്ഥാനത്ത് വിഷു, ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുകയാണ്. 19-ാം തീയതി വരെയായിരിക്കും ഈ ഒരു ഫെയറുകൾ പ്രവർത്തിക്കുക. മാർക്കറ്റിൽ നിലവിൽ ഉൽപ്പന്നത്തിൻ്റെ വിലയെ അപേക്ഷിച്ച് 40% വരെ നിങ്ങൾക്ക് വിലക്കുറവിൽ വാങ്ങാൻ സാധിക്കും. 285 രൂപ പൊതുവിപണിയിൽ വിലയുള്ള വെളിച്ചെണ്ണ 225 രൂപയ്ക്കാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുക. അതുപോലെ തന്നെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ 35% വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായി, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഈ ഒരു മാർച്ച് മാസം കഴിഞ്ഞു ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്റർ പെൻഷൻ 1600 രൂപ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. ഈ ഒരു ആഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിച്ച് വിഷുവിന് മുൻപായി തന്നെ വിതരണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ആവശ്യമായിട്ടുള്ള തുക ധനവകുപ്പ് വകയിരുത്തി ഇനി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.